യേശുവിൽ സ്നേഹമുള്ളവരെ, മോൺസിഞ്ഞോർ CSN സഭയുടെ സ്ഥാപകനാണ്. 3 പേരാണ് CSN സഭ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുക. ആദ്യത്തെ വ്യക്തി അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്ന അഭിമന്യ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ്. വേറൊരു വ്യക്തി പിണക്കാട്ടച്ഛനാണ്. മൂന്നാമത്തെ വ്യക്തി മോൺസിഞ്ഞോർ മങ്കുഴിക്കരയാണ്. ഇവർ 3 പേരും കൂടി ആരംഭിച്ച ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു പുതിയ ഭവനം ഈ മങ്കുഴിക്കരച്ചൻ ജനിച്ചു വളർന്ന ഈ നാട്ടിലും ഈ ഭവനത്തിലും ആരംഭിക്കുന്നു എന്ന് പറയുന്നതിലാണ് നമുക്കൊക്കെ സന്തോഷമുള്ളത്. ഒരു സഹസ്ഥാപകൻ്റെ ജന്മസ്ഥലമായ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ഭവനത്തിൽ CSN സഭയുടെ ഒരു മഠം സ്ഥാപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ അവസരത്തിൽ ജണ്ടാളമ്മ ഇവിടെ വന്നിരിപ്പുണ്ട്, ശ്രാഷ്ലി സ്ഥലത്തുണ്ട്, ഒരുപാട് CSN സഭാംഗങ്ങളുണ്ട്. ഇവരൊക്കെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഉള്ള മഠങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കെ CSN സഭ ഒരു പുതിയ മഠം ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കെന്നതുപോലെ ലോകത്തുള്ള എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. 1948 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഈ സഭ ആരംഭിച്ചത്. 75 വർഷം കഴിഞ്ഞു. 2 വർഷം മുൻപ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അവർ ഇടക്കുന്നിൽ നടത്തിയതുമാണ്. ഈ മങ്കുഴിക്കരച്ച് മോൺസിഞ്ഞോർ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ആദ്യമായിട്ട് ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം. അദ്ദേഹം ജനിച്ച ഈ ഭവനം, ഞാൻ ഈ ഭവനത്തിൽ ആദ്യമായിട്ടാണ് വരിക. ഇവിടെ വന്നപ്പോൾ ചാറപ്പിതാവ് ജനിച്ചത് ഇതുപോലുള്ളൊരു ഭവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഇതുപോലെ മരങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആ ജന്മസ്ഥലത്ത് ഞാൻ ചെന്ന് നിന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭവനത്തിൽ വന്നപ്പോൾ ആ ചിന്തയാണ് എന്നെ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്നത്. അതായത് ചാറപ്പിതാവ് ജനിച്ചതുപോലെയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മങ്കുഴിക്കരച്ചനും ജനിച്ചത് എന്ന ഓർമ്മ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. മങ്കുഴിക്കരച്ചൻ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിലായിരിക്കുന്നത് ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു കൊടുക്കുന്നത് യോഹന്നാൻ മാർദാന കാണിച്ചു കൊടുത്തതുപോലെ എൻ്റെ മുമ്പിലേക്ക് വരുന്നവന് മാത്രമല്ല, എല്ലാവർക്കും എല്ലാ വിധത്തിലും തൻ്റെ സംസാരത്തിലൂടെ, തൻ്റെ നടപടിക്രമങ്ങളിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ, തൻ്റെ ആഘോഷമായ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൂടെയൊക്കെ യേശുവിനെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ജനിച്ചത് ഈ സ്ഥലത്താണ്, പക്ഷെ അദ്ദേഹം വളർന്നത് വേറെ സ്ഥലങ്ങളിലാണ്. അദ്ദേഹം തൻ്റെ 3 സെമിനാരിൽ അദ്ദേഹം പഠിച്ചു. 4 സെമിനാരിൽ പഠിച്ചു. മാന സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം മഞ്ഞമ്മൽ സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം പുത്തമ്പള്ളിയിൽ പഠിച്ചു. അവസാനം അദ്ദേഹം മംഗലപ്പുഴ സെമിനാരിയിലും പഠിച്ചു. 1934 ഡിസംബർ 22-ാം തീയതിയാണ് അദ്ദേഹം പട്ടമേറ്റത്.
അതിനുശേഷം 2 കൊച്ചു പള്ളികൾ, ഒന്ന് വലിയ പള്ളിയായിരുന്നുവെന്ന്, ആ പള്ളിയിൽ വടക്കം പറവൂരും അതിനുശേഷം ചക്കരക്കടവിലും വികാരിയുമായിരുന്നു. ഈ 2 സ്ഥലത്ത് മാത്രമേ മംഗളിക്കരി മോൺസിനോർ വൈദിക വൃത്തി അത് വൈദിക പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിട്ടുള്ളൂ. മറ്റു കാലങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്തിരുന്നത് 3 ദിവസത്തെ ധ്യാനം നടത്തുക, താമസിച്ചുള്ള ധ്യാനമാണ്. അന്നൊക്കെ താമസമുള്ള ധ്യാനമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കരിസ്മാറ്റിക് മേഖലകളിൽ കാണുന്ന പോലെയുള്ള പ്രവൃത്തികളൊന്നും ആയിരുന്നില്ല. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞൊക്കെയാണ് പലരും ഈ ധ്യാനത്തിൽ വന്ന് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അരമനയിലാണ് താമസിച്ചിരുന്നത്. കണ്ടത്തിൽ പിതാവ് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മോൺസിനോർ മംഗളിക്കരിയും താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് താമസിച്ചിരുന്ന വ്യക്തിയാണ് കൊച്ചുപറമ്പിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ. രണ്ടുപേരും 2 തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നതെങ്കിൽ തന്നെ രണ്ടുപേരും എല്ലാ ദിവസവും വൈകിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ പിഴക്കാടച്ചൻ അദ്ദേഹം പ്രൊക്കുറേറ്ററായിരുന്നു. അദ്ദേഹത്തെ ചെങ്ങൽ മഠത്തിനോടനുബന്ധിച്ചുള്ള ഒരു സങ്കേതമുണ്ടായിരുന്നു. ആ സങ്കേതത്തിൻ്റെ ഡയറക്റ്റായിട്ട് വെച്ചു. അദ്ദേഹവും ഇവരോട് കൂടിയിരുന്നു. ഇങ്ങനെ 3 കൂടി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീകളെ സമുദ്ധരിക്കാൻ വേണ്ടി എന്ത് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ആലോചനയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ അന്ന് അതിരൂപതയെ ഭരിച്ചിരുന്ന കണ്ടത്തിൽ പിതാവിൻ്റെ ഇക്കാര്യം പറഞ്ഞു. കണ്ടത്തിൽ പിതാവ് കൂടി ആലോചിച്ചു. അതിനുശേഷമാണ് നസ്രത്ത് സഭ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടായതും നസ്രത്ത് എന്നുള്ള പേര് തന്നെ ഈ സഭയ്ക്ക് കൊടുക്കാനും കാരണം മംഗളിക്കരി അച്ഛനാണ് എന്നാണ് പറയപ്പെടുക. അദ്ദേഹം അങ്കമാലിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേടുത്തി പറഞ്ഞു അത്രേ അച്ഛനോട്, അച്ഛൻ ഒരു സഭ തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടു, അതിന് നസ്രത്ത് എന്ന പേര് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇവിടെ ചോദിച്ചു, നസ്രത്ത് എന്ന സ്ഥാപനം അതിൻ്റെ പേരെന്താണ്, എത്ര സവിശേഷത ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നത്ര പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നസ്രത്ത് എന്ന് പറഞ്ഞാൽ ഈശോ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു സന്യാസ ഭവനം ആരംഭിച്ചാൽ ഈശോ വളർന്നതുപോലെ അവർക്ക് വളരാൻ കഴിയുന്നു, അവർ അനുഭവസ്ഥരാകുന്നു, അവർക്ക് ലഭിച്ച അറിവുകൾ കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും അവർ തയ്യാറാകും. അങ്ങനെയാണ് നസ്രത്ത് സഭ സ്ഥാപിച്ചത്. ഇനി ഈ നസ്രത്ത് സഭ 2-ാം വത്തിക്കാൻ സൂനോദോസ് കഴിഞ്ഞിട്ടിപ്പോൾ 60, 65, 66 വർഷമായി. ഈ സഭ തുടങ്ങുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 1948 സഭ ആരംഭിച്ച് ഒക്കെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് 2-ാം വത്തിക്കാൻ സൂനോദോസ് നടന്നത്. 4000-ഓളം വരുന്ന ലോകത്തിലുള്ള എല്ലാ മെത്രാന്മാരും പങ്കെടുത്ത ഒരു സൂനോദോസായിരുന്നു അത്. ആ സൂനോദോസിൽ ഒരു സന്യാസം എന്താണ്, സന്യാസിനികൾ എങ്ങനെയായിരിക്കണം, സന്യാസികൾ വെറുതെ അങ്ങ് ഉടുപ്പിട്ട് നടന്നാൽ മാത്രം പോരാ, അവർ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന കാര്യങ്ങളോട് വളരെ വ്യക്തമായിട്ട് 2-ാം വത്തിക്കാൻ സൂനോദോസ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അവർ സന്യാസിനികളാണ്. 3 വ്രതങ്ങൾ അവരെടുക്കുന്നു. അത് വ്രതങ്ങളെടുത്തങ്ങനെ വെറുതെ തെക്ക് വടക്ക് നടന്നാൽ പോരാ, അവരെടുക്കുന്ന വ്രതങ്ങൾ എന്താണെന്ന് കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. ഇതാണ് 2-ാം വത്തിക്കാൻ സൂനോദോസ് പറഞ്ഞത്. അവർക്ക് കാലോചിതമായ പരിഷ്കാരമെന്ന് പറയുന്നത് താത്വികമായിട്ട് അവർക്ക് കിട്ടാം, ആധ്യാത്മികമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയിൽ അവർ വളർന്നു വരാം. ഈ കാലങ്ങളിലൊക്കെ കാലത്തിനെടുത്ത ചിന്ത അവരെ നയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ST കോൺവെന്റിലെ പ്രൊവിൻഷ്യലും സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് ഇതല്ലായിരുന്നു.
അവർ കാലോചിതമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. ഈ മാറ്റങ്ങളാണ് കാലോചിതമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. കാലോചിതമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നാളെ അത് ശരിയായിരിക്കണമെന്നില്ല. നാളെ ആ പ്രവൃത്തികൾ മാറിയെന്ന് വരാം. നാളെ ചെയ്യുന്ന പ്രവൃത്തികൾ പിറ്റേ ദിവസം ശരിയായെന്ന് വരില്ല. അപ്പോൾ കാലോചിതമായ മാറ്റങ്ങൾ സന്യാസ ജീവിതത്തിൽ വരുത്തിയേ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, രണ്ടാം വത്തിക്കാൻ സീനോദോസ് 66 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അവർ പുതിയ ജീവിതക്രമങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോരുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കോക്കമംഗലത്ത് മോൺസിഞ്ഞോർ മങ്ങുഴിക്കരി ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കാൻ 3 പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ്. സിസ്റ്റർ റെനീറ്റ, സിസ്റ്റർ റോസ്മിൻ, സിസ്റ്റർ ജോബി മരിയ. ഇവർ 3 പേരുമാണ് ഇവിടുത്തെ അംഗങ്ങളായിട്ട് വരിക. അടുത്ത മെയ് മാസത്തിലോ മാർച്ച് അവസാനത്തിലോ അവർക്ക് മാറ്റമുണ്ടാകുമായിരിക്കും. പുതിയ അംഗങ്ങൾ വരുമായിരിക്കും. ഇതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യങ്ങൾ, സന്യാസ ഭവനവും സന്യാസിനികളുടെ ജീവിതവും ഈ നാടിന് സംരക്ഷകരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ സന്യാസത്തെപ്പറ്റി പറയുമ്പോൾ, വൈദിക ജീവിതത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ ഒക്കെ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലൊക്കെ കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് ഈ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ സന്യാസം അത് സഭയുടെ വിശുദ്ധീകരണത്തിനാണ് നിലനിർത്തിയിരിക്കുന്നതെങ്കിൽ, സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലനിർത്തിയിരിക്കുന്നതെങ്കിൽ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കാലോചിതമായിട്ട് സന്യാസത്തെ പരിഷ്കരിക്കുക, അതിനനുസരിച്ച് തങ്ങളുടെ സന്യാസ ജീവിതത്തെ നവീകരിക്കുക. ആ നവീകരണ പ്രക്രിയ ജനങ്ങൾക്ക് യോഗ്യമായ വിധത്തിൽ, ജനങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ, ജനങ്ങൾക്ക് സ്വീകാര്യമായ വിധത്തിൽ ആക്കി തീർക്കാനും ആ വിധത്തിൽ മുൻപോട്ട് പോകാനും സന്യാസികൾക്ക് എപ്പോഴും കഴിയേണ്ടത് കൂടിയാണ്. ഈ ഭവനത്തിൽ ഈ സഭയെ സ്ഥാപിച്ച സഹസ്ഥാപകനായ മോൺസിഞ്ഞോർ മങ്ങുഴിക്കരയുടെ ഈ ജനിച്ചു വളർന്ന ഈ വീട്ടിൽ 3 പേരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വരുന്നു. അവരാരംഭിക്കുന്ന സന്യാസ ഭവനം, സന്യാസ ജീവിതം, അത് ഈ നാടിന്, ഈ നാട്ടുകാർക്ക് ഒക്കെ നന്മയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഫ്രോൺഷിലമ്മയും ജൻറോളമ്മയും ഞാൻ ഇടക്കുന്നിലെ സ്പിരിച്വൽ ഡയറക്ടറാണ്, അവിടുത്തെ അമ്മയും ഈ സന്യാസിനികളെ മുഴുവനും പൂർണ്ണമായിട്ടും അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും മഠങ്ങൾ നിർത്തി അതിനുള്ള അവസരങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ ഭവനം തുടങ്ങുകയും 3 സന്യാസികളുടെ ഈ ഭവനത്തിൽ ആക്കുകയും ചെയ്ത് ഒരു പുതിയ ഭവനവും പുതിയ മഠവും ഈ കോക്കമംഗലത്ത് സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ അതിരൂപതയിൽ 2 സ്ഥലങ്ങളാണ് തോമാസ് ലീഹ വന്നു എന്ന് പറയപ്പെടുന്നത്. ഒന്ന് വടക്കൻ പറവൂർ, ഒന്ന് കോക്കമംഗലം. കോക്കമംഗലത്തെ ജനങ്ങൾ ഒരുപാട് പേരിവിടെ വന്നിരിപ്പുണ്ട്. അവർക്കൊക്കെ അഭിമാനിക്കാം. ഈ മഠത്തിൻ്റെ സ്ഥാപിച്ച സഹസ്ഥാപകനായ മോൺസിഞ്ഞോർ മങ്ങുഴിക്കരയുടെ ഭവനത്തിൽ ഒരു സഭ തുടങ്ങിയിരിക്കുന്നു, ഒരു സന്യാസ ഭവനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ഈ നാട്ടുകാർക്കൊക്കെ സന്തോഷിക്കാം. സന്തോഷത്തിന് അത് മങ്ങലേൽക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ മഠം കാലോചിതമായി നവീകരിക്കപ്പെട്ട് അത് കാലോചിതമായ വിധത്തിൽ അവർ നാട്ടുകാർക്ക് നന്മയെന്ന രൂപഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഈ ഭവനത്തിന് ഇതിൽ വരുന്ന 3 പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.